പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വീണ്ടും അനധികൃത സ്ഥലം മാറ്റം. ഡയറക്ടറേറ്റിലെ 105ഓളം ജീവനക്കാരെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റിയിരിക്കുന്നു. ജൂനിയർ സൂപ്രണ്ട്, നൂൺ മീൽ ഓഫീസർ, സ്റ്റോർ കീപ്പർ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരെയാണ് സ്ഥലം മാറ്റിയത്. വിരമിക്കാൻ മാസങ്ങൾ ബാക്കിയുള്ളവരെയും വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വിവരം. കമലേഷ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, ഈ സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ നമ്മൾ കാണുന്നതാണ് ഈ അനധികൃത സ്ഥലം മാറ്റം, മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള സ്ഥലം മാറ്റം. ഇപ്പോൾ ഇതാ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ വിരമിക്കുവാൻ മാസങ്ങൾ പോലും ബാക്കിയുള്ളവരെ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റുമ്പോൾ അതൊരു പ്രതികാര നടപടിയാണെന്ന് സ്പഷ്ടമാവുകയല്ലേ? തീർച്ചയായും സിന്ധൂരി, സമാനമായ നിലയിൽ നേരത്തെയും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ, രാഷ്ട്രീയ പകപോക്കലുകൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ കൈരളി നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഒരു കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിയ ഒരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഈ വകുപ്പിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ള 105ഓളം ജീവനക്കാരെ മാനദണ്ഡങ്ങൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റത്തിന് വിധേയരാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ വിരമിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യം, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾ, കീമോതെറാപ്പിക്ക് ഉൾപ്പെടെ വിധേയരാകുന്ന ആളുകളുണ്ട്. അവരൊക്കെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ്. പക്ഷേ ആ ഒരു പരിഗണന പോലും നൽകാതെ അവരെയും ഇത്തരത്തിൽ ഇടുക്കിയിലുള്ള ഉദ്യോഗസ്ഥരെ വയനാട്ടിലേക്ക്, ആ നിലയിൽ വിദൂരങ്ങളിലേക്ക് ഉൾപ്പെടെ സ്ഥലം മാറ്റുന്ന ഒരു നടപടിയാണ് നിലവിലിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല തുടങ്ങിയ വകുപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വളരെ മോശം നിലയിൽ മാനദണ്ഡങ്ങൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ എല്ലാം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങൾ ഇടം പിടിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്ഥലം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ നടന്നിട്ടുള്ള 105 പേരുടെ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു ആക്ഷേപം എന്ന് പറയുന്നത്, നിലവിൽ ഇവിടുത്തെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ സ്ഥലമാറ്റ ഉത്തരവിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ലീവിൽ പോയ ഘട്ടത്തിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഡിജിറ്റൽ സൈൻ ചെയ്യിപ്പിച്ചാണ് ഈ ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നതാണ് ഉയരുന്ന മറ്റൊരു ആരോപണം. ഈ 106 പേരുടെ സ്ഥലമാറ്റ ഉത്തരവാണിത്. ഇതൊന്ന് വായിച്ചു വരണമെങ്കിൽ പോലും ഒരു 20 മിനിറ്റോളം സമയം പിടിക്കും. പക്ഷേ ഈ ഉത്തരവിൻ്റെ ഈ ഫയൽ ഏകദേശം 11 മിനിറ്റ് മാത്രമാണ് ഈ ഒപ്പിട്ട ഉദ്യോഗസ്ഥൻ്റെ ലോഗിനിൽ കിടന്നിട്ടുള്ളത്. അതായത് ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും കൂട്ടാക്കാതെ ഡിജിറ്റൽ സൈൻ ചെയ്യുന്നതിന് മാത്രമുള്ള സമയമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി ഇത്തരം ഉത്തരവുകൾ ഒപ്പിട്ട് നൽകുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപം കൂടി ഉയരുകയാണ്. ഏതായാലും ഈ രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ, രാഷ്ട്രീയ നിയമനങ്ങളെല്ലാം തന്നെ തുടർക്കഥയാവുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ നേരത്തെ ജോലിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പല വകുപ്പുകളിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ രാഷ്ട്രീയ പകയുടെ പേരിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും ആ നിലയിലുള്ള ദ്രോഹം ചെയ്യുകയും ചെയ്യുന്നൊരു ഇടപെടലാണ് നിലവിൽ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ് കമലേഷ്. എന്തായാലും മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ക്യാൻസർ പേഷ്യൻസിനെയും അല്ലെങ്കിൽ വിരമിക്കുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടൊരു പ്രതികാര നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.